ഫാർമസിസ്റ്റാണ്. ഒരുപാട് സത്യം പറയും, ഇപ്പോഴത്തെ മക്കൾ ഏത് ഗതിയിലേക്കാണ് പോകുന്നതെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചെറിയ മക്കൾ പോലും യൂസ് ചെയ്യാണ് ലഹരി. സ്കൂൾ കുട്ടികൾ, ഞാൻ ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം, എൻ്റെ അടുത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. സ്കൂളിൽ എൻ്റെ അടുത്ത് ഷോപ്പിൽ വന്നിട്ട് ലഹരി മെഡിസിൻ്റെ പേര് കംപ്ലീറ്റ് അവർക്കറിയാം. ഇത് ഡൈസിപ്പാം, നൈട്രാസിപ്പാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാനില്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു മേഡം, റൂബി എന്ന് പറയുന്ന ഒരു മേഡമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾ പോലും ലഹരിക്ക് അടിമയാണ്. അതായത് ലഹരി മാഫിയ അവരെയൊക്കെ അടിമയാക്കി വച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുക്കും, പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്ക് കൊടുക്കും. അത് കിട്ടാതിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ വീട്ടുകാരെ ആക്രമിക്കും. വീട്ടുകാരെ ആക്രമിച്ചിട്ട് എങ്ങനെയെങ്കിലും പൈസ എടുത്തിട്ട് വരും. പല കുടുംബങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പുറത്ത് പറയുന്നില്ല. അതായത് പല കുടുംബങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് മൂടി വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, തൻ്റെ മകൻ എന്നെ തല്ലിയെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു അച്ഛനോ അമ്മക്കോ പോയിട്ട് പുറത്തു പോയിട്ട് പറയാൻ കഴിയുമോ തൻ്റെ മകൻ എന്നെ തല്ലിയെന്ന്? അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല വീടുകളിലും നടക്കുന്നുണ്ട് ഇത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, അതായത് ഇവിടെ ഒന്നും ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയെ പിടിച്ചു. ആ ലേഡി എന്ന് പറഞ്ഞാൽ ഒരുപാട് കഞ്ചാവ് കേസിലുള്ള പ്രതിയാണ്. അത്രയേ ഉള്ളൂ. വലിയ പേരൊക്കെ കൊടുക്കും ഇവർക്ക്. ബുള്ളറ്റ് ലേഡി, അതുപോലെ തന്നെ വെടിച്ചില്ല് രാജേഷ്, പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് പേര്, കുപ്പിച്ചില്ല്, പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് പേരുകളൊക്കെ ഇവർക്കുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ട് ഇവരിങ്ങനെ പാലൂട്ടി ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരൊക്കെ ഇങ്ങനെ ആകണം എന്നുള്ള തരത്തിൽ ഇവരൊക്കെ അങ്ങനെ വളർത്തി വെച്ചിരിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എനിക്ക് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട്, അതായത് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടത്തുന്നവന്മാരെ രണ്ടാമത്തെ പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ അവന്മാരെ പിന്നെ പുറത്ത് വിടാത്ത തരത്തിൽ അവന്മാരെ പൂട്ടി വെച്ച് കഴിഞ്ഞാൽ, അതായത് തുറുങ്കിലടക്കണമായിരുന്നു. അതാണ് വേണ്ടത്. അത് ഒരു 10 വർഷത്തേക്കെങ്കിലും പിന്നെ അവന്മാരെ പുറത്ത് വിടാൻ പാടില്ല. ഒരു വിചാരണയും കൂടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലാണ്. ഇപ്പോഴും മേഡം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് കേട്ടിട്ട് വരാം. അതിനെ പറ്റിയിട്ട് പിന്നീട് നമുക്ക് സംസാരിക്കണം. ഫാർമസിസ്റ്റാണ്. ഒരുപാട് സത്യം പറയും, ഇപ്പോഴത്തെ മക്കൾ ഏത് ഗതിയിലേക്കാണ് പോകുന്നതെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചെറിയ മക്കൾ പോലും യൂസ് ചെയ്യാണ് ലഹരി. സ്കൂൾ കുട്ടികൾ, ഞാൻ ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം, എൻ്റെ അടുത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. സ്കൂളിൽ എൻ്റെ അടുത്ത് ഷോപ്പിൽ വന്നിട്ട് ലഹരി മെഡിസിൻ്റെ പേര് കംപ്ലീറ്റ് അവർക്കറിയാം. ഇത് ഡൈസിപ്പാം, നൈട്രാസിപ്പാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാനില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും വയലൻ്റായി അവൻ. വയലൻ്റായി അവിടെയുള്ള പാത്രം, ഞങ്ങളെ ഡബ്ബികളൊക്കെ ഉണ്ട്, വിക്സ് മുട്ടായി അതൊക്കെ ഇട്ട് വെച്ചത്, അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് നിന്നെ ഞാൻ കണ്ടോളാന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് ഭീഷണിയൊക്കെ ആയിട്ടാണ് അവൻ പോയത്. അതേപോലെ ഞാൻ പറയാം, എങ്ങനെയാണ് ഇപ്പോഴത്തെ മക്കൾക്ക് അച്ഛൻ്റെ അമ്മേൻ്റെ വില അറിയില്ല. ഇപ്പം കണ്ടില്ല, ഇന്നലെ തന്നെ ന്യൂസ് കണ്ടില്ലേ, എത്ര പേരെ അവൻ കൊന്നൊടുക്കിയത്. അവന് ഒരു പശ്ചാത്താപവും ഇല്ല. ഇപ്പം പോലും ചെയ്തതിന് അവനൊരു ഭാവ വ്യത്യാസം അവൻ്റെ മുഖത്തില്ല. അപ്പം ഞാൻ പറയാം, നമ്മളെ ലോകം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അടുത്ത് തന്നെ ഫേക്ക് പ്രിസ്ക്രിപ്ഷൻ വരാറുണ്ട്. പ്രിസ്ക്രിപ്ഷൻ അവർ ഡയറക്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് പ്രിന്റ് ചെയ്തു, എന്നിട്ട് അതിൽ മെഡിസിൻ്റെ പേരെഴുതി, എന്നിട്ട് ഞാൻ പറയാം ഇവർക്ക് ഈ അറിവുകൾ, അതായത് ഇതിൽ പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുപോലെ കോളേജിൽ പഠിക്കുന്നവർ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളിലും ഇത് അറിയുന്നില്ല ഇപ്പോഴേ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുങ്ങനെ കൊടുത്തിട്ട് ഇവരെല്ലാം അടിമയാക്കുക. അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ താരമാകാം, ഇല്ലെങ്കിൽ സോഷ്യലായിട്ട് നമുക്ക് ഭയങ്കര വിലയായിരിക്കും. അങ്ങനെയൊക്കെ ഈ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടാണ് ഇവരെ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് വരുമാന മാർഗത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇത് ഉപയോഗിക്കാനാണെങ്കിൽ, ചില ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ വരുമാന മാർഗത്തിന്. പിന്നെ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഈ എന്താ പറയണ്ടത്, കോമാളിത്തരത്തിനും കാമകേലികൾക്കും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് ഈ സാധനം തന്നെയാണ്. കാരണം ഇന്ന് എല്ലാവരും അങ്ങനെയാണ്. ആർക്കും ആരെയും ചോദ്യം ചെയ്യാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. പല പാർക്കുകളിലായാലും എവിടെയെങ്കിലും ആയാലും നമ്മളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ പോകെ വളരെ അപകടം പിടിച്ച രീതിയിൽ തന്നെയാണ്. അതായത് ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൺ സുഹൃത്തുക്കൾ, പെൺസുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ അവർ സദാചാരവാദികളായി. അവരൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടുപ്പിക്കത്തില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് വരെ വരുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ മക്കളെ മാത്രം സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ നശിക്കുന്നില്ലെങ്കിൽ നശിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ ഈ മദ്യഷാപ്പിലൊക്കെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളും അതുപോലെ തന്നെ ഈ പെൺകുട്ടികളടക്കമുള്ള ഈ സംഘങ്ങൾ വന്നിട്ട്
മദ്യം വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഒരാൾ പോലും അതിനെപ്പറ്റി ഒന്നും മിണ്ടിക്കൂടാ, മിണ്ടാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ടീമുകൾ ഇവിടെ നശിക്കാനായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ പിള്ളേരാണ്, ശ്രദ്ധിക്കണം, സ്കൂൾ പിള്ളേർ. അപ്പോൾ ഈ ലഹരി എവിടെ നിന്നാണ് വരുന്നത്? അതുപോലെ തന്നെ ഇവിടെ പിടിച്ചെടുക്കുന്ന ലഹരി എന്താണ് ചെയ്യുന്നത്? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി വരുന്നതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയില്ലേ? അതുപോലെ ഇതിൻ്റെ വലിയ വലിയ ആൾക്കാർ ആരാണ്? ഇവരെ കണ്ടെത്താൻ കഴിയില്ലേ? ഇവരെ കണ്ടെത്തി കഴിഞ്ഞ് ഇവരെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ലഹരി നശിപ്പിക്കാൻ കഴിയില്ലേ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള പോലീസിന് ഒരു ദിവസം മതി, ഒരു ദിവസം. പക്ഷേ ഒരാൾ പോലും ഇടപെടരുത്, അതാണ് വേണ്ടത്. നമ്മുടെ ഏതോ സിനിമയിലില്ലേ, അതായത് നമ്മുടെ ദിലീപിൻ്റെ ഒരു സിനിമയുണ്ട്, ഒരു ദിവസം ഈ ആഭ്യന്തര മന്ത്രിസ്ഥാനം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ദിലീപ് വാങ്ങിക്കുന്ന ഒരു സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാർദ്ദനാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി, അദ്ദേഹത്തെ വിദേശത്തേക്ക് നിർബന്ധപൂർവ്വം വിടുകയാണ്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ ദിലീപ് പലതും കാണിച്ചിട്ടുണ്ട്. അല്ല, അതൊക്കെ നടത്തിക്കണം, അതാണ് വേണ്ടത്. അതായത് ഒരു ദിവസം 2 ദിവസം കൊടുത്താൽ മതി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവരെയൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേക്കും വരും മനുഷ്യാവകാശം, അതുപോലെ തന്നെ മാങ്ങാത്തൊലിയായ കുറേ രാഷ്ട്രീയക്കാർ, കുറേ ഊളകൾ ഇങ്ങനെ വരുവായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ഈ ടീമുകൾ ശക്തരാണ്. ഇവർക്കെതിരെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും ചേർന്നിട്ട്, പിന്നെ ഇപ്പോഴും ഈ സ്ത്രീ തന്നെ വന്ന് പറഞ്ഞ് ഇവർക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഇത് കേരളത്തിൽ കിട്ടാത്ത സ്ഥലമില്ല എന്നാണ് പറയുന്നത്. കൊച്ചിയിലൊക്കെ ഇതിൻ്റെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. കൊച്ചിയിലൊന്ന് ഇനിയൊരു 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വെളിയിലിറങ്ങി നടക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം കൊച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഒരു നഗരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള ഈ കഞ്ചാവും മയക്കുമരുന്നും ഇങ്ങനെയുള്ള ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ വിൽപ്പനക്കാരും ഗുണ്ടകളും ഇവരൊക്കെ കൊണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചി പോലെയുള്ള നഗരങ്ങൾ ഇങ്ങനെ നശിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു പല മേഖലകളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ തുടങ്ങി വരുന്നേ ഉള്ളൂ ചില നഗരങ്ങളിലൊക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ എച്ച് ഐ വി കാറുണ്ട്, എയ്ഡ്സുകാരും ഉണ്ട് ഇതിൻ്റെ കൂടെ. കാരണം ഇത് കുത്തിവെക്കുമ്പോഴായാലും ഇതിൻ്റെ കൂടെ പോയിട്ട് ചേർന്നിട്ട് പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധവും കഥയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ അടിക്കുന്ന ടീമുകൾക്ക് എന്ന് പറഞ്ഞാൽ ബോധവും കഥയൊന്നും ഉണ്ടാവില്ല. ഇവിടെ അവിടെ വെച്ചിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിയും. അതാണ് പലരും എന്ന് പറഞ്ഞാൽ പലരും ഈ പെൺകുട്ടികളെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് ഉപയോഗിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിനും കൂടി വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത്. എത്രയും പെട്ടെന്ന് നമ്മുടെ ഭരണാധികാരികളും അതുപോലെ ഉദ്യോഗസ്ഥരും ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്തിറങ്ങിയിട്ട് തീർത്തില്ലെങ്കിൽ ഈ നമ്മുടെ നാട് ഇവിടെയൊന്നും നിൽക്കൂല മക്കളെ. ഈ അഫാനെ പോലെയുള്ള ഒരുപാട് കുട്ടികൾ ഇനിയും വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് വരും ഇനിയും. ഈ അഫാനെ പോലെയുള്ളവർ ഇനിയും വളരാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ആ സിനിമ കണ്ടിട്ടാണ്, ഈ സിനിമ കണ്ടിട്ടാണ്. ഇതൊന്നുമല്ല. ഇതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി ഉപയോഗം തന്നെയാണ്. മനുഷ്യനെ പോലും മനസ്സിലാക്കാൻ, അതായത് സ്വന്തം അച്ഛനെയും അമ്മയും വരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിനിടയ്ക്ക് ഒരു പാവപ്പെട്ടൊരു ഉമ്മ പറയുകയാണ്, എനിക്കെൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ല, കാരണം എൻ്റെ മകൻ പെരുമാറുന്ന രീതി എന്നെ ഭയപ്പെടുത്തുന്നു. അപ്പം പെരുമാറുന്നതെന്ന് പറഞ്ഞൊരു ഉമ്മ എന്ന നിലയിലല്ല, അതായത് അവൻ്റെ കണ്ണിൽ ഉമ്മയില്ല. അതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കുന്നു മനസ്സിലാകുന്നില്ല. എന്താണ് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ യുവതലമുറയ്ക്ക് എന്താണ് പറ്റിയത്? ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കില്ലാത്ത സ്വാതന്ത്ര്യങ്ങൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തപ്പോഴേ അവിടെ അവർ നശിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ നശിക്കുക തന്നെയാണ്. ഇപ്പോഴും ഇന്നലത്തെ ആ ഒരു സംഭവത്തിൽ ആ ഒരു പാവപ്പെട്ട പെൺകുട്ടി, ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഈ കാമുകൻ എന്ന് പറയുന്നവനെ വിശ്വസിച്ചു പോയി. കാരണം ഇവൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ അതിന് കഴിഞ്ഞില്ല. ഇല്ലെങ്കിൽ ഇവൻ നാളെ മാറും മറ്റന്നാളും മാറും എന്ന് വിചാരിച്ചിരിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അത് മരണത്തിലേക്ക് പോയിട്ട് ചാടിക്കൊടുത്തത് എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ വളരെ സൂക്ഷിക്കുക. കാരണം നിങ്ങൾക്ക് ചുറ്റിലെന്ന് പറഞ്ഞാൽ കഴുകന്മാർ വട്ടമിട്ട് വറക്കുകയാണ്. കുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും ഉണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടുകാർ തന്നെ പലതരത്തിലുള്ള പാർട്ടികളിലേക്കും പോകാൻ വേണ്ടി പ്രലോഭിപ്പിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറയും. ഒരു ദിവസം ഉപയോഗിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുക. പിന്നെ നിനക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ പോക്കിപ്പോഴേ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഡിക്കൽ ഷോപ്പിൽ ഇവർ പറയുന്ന ഈ ഒരു ജീവനക്കാരി പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മുഖവിലേക്കെടുക്കണം. കാരണം കൊച്ചു കുട്ടികൾ വന്നിട്ട് വരെ നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ജീവനിൽ കൊതിയില്ലാതെ ആരുമില്ല. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരെ വരെ ഇവർ ഭീഷണിപ്പെടുത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കണ്ടതല്ലേ, പല സ്ഥലങ്ങളിൽ നിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.